തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് DGP കൈമാറിയത്. പൂരം അലങ്കോലമായതിൽ ദേവസ്വങ്ങളെയും സിറ്റി പോലീസ് കമ്മീഷണറെയും പഴിചാരുന്നതാണ് ADGPയുടെ റിപ്പോർട്ട്. തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. DGP MR അജിത് കുമാർ സമർപ്പിച്ച തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിനും തുടർ നടപടിക്കും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ മുഖ്യമന്ത്രി പിണറായി വിജയന് ശുപാർശ നൽകുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയപ്പോഴാണ് അതിനൊപ്പം ശുപാർശയും ഉൾപ്പെടുത്തിയത്. എന്നാൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രമല്ല തിരുവമ്പാടി ദേവസ്വത്തെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ADGP സമർപ്പിച്ചത്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. പോലീസ് നിർദ്ദേശങ്ങൾ ദേവസ്വം മനഃപൂർവ്വം അവഗണിച്ചു. പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി ദേവസ്വം പ്രഖ്യാപിച്ചത് ആസൂത്രിതമാണ്. ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച K മുരളീധരൻ രംഗത്തെത്തി. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞൊന്നും അംഗീകരിക്കില്ലെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ യാതൊന്നും തന്നെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. ദേവസ്വങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്നും പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പരിഹരിച്ച് പൂരം നടത്താനാണ് പാറമേക്കാവ് ശ്രമിച്ചതെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. ദേവസ്വങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ട് എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. പല പ്രതിസന്ധി ഉള്ളപ്പോഴും ചർച്ചകൾ ചെയ്ത് അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോയി വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ച് തുടരന്വേഷണം വേണമോ എന്നതിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുക. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.